ഹലോ ഗെയ്സ്, ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ചക്കയൊന്ന് വെട്ടിപ്പറിച്ച് ക്ലീനാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം ചക്കയെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം ഒന്ന് കഴുകി അതിൻ്റെ ചക്കക്കുരുവൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, ഇച്ചിരി ചുമന്ന മുളക് പൊടി, പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില. പിന്നെ നമുക്കടുത്ത് വേണ്ടുന്നത് ഇച്ചിരി കൂടെ നല്ല രീതിക്ക് വെളുത്തുള്ളിയും വേണം. അപ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് നന്നായി ഒന്ന് ക്രഷ് ആക്കിക്കൊണ്ട് വരാം. ഒരുപാടങ്ങ് അരയണ്ട. എന്നിട്ട് നമുക്കൊരു കുക്കറിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവും. അന്നേരം ഇത് അരപ്പുകളെല്ലാം പുരട്ടി അങ്ങോട്ട് വയ്ക്കുക. നല്ല രീതിയിൽ അരപ്പ് തട്ടിയിട്ട് എല്ലാ ഭാഗത്തും പിടിക്കുന്ന കണക്ക് ചക്കയിൽ ഇളക്കി കൊടുക്കുക. അതിന് പാകത്തിനുള്ള ഉപ്പിടുക. എല്ലാം നന്നായിട്ട് ഇളക്കി ഇച്ചിരി നല്ല ഇളക്കിയിട്ട് പിന്നെ മിക്സിയുടെ ജാറിൽ നിന്ന് ജസ്റ്റ് ഒന്നുള്ള ആ വെള്ളം ഒന്ന് കുടഞ്ഞ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം അത്രയൊക്കെ ഒന്ന് ഒഴിച്ച് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പം നമുക്ക് ഒന്നോ രണ്ടോ വിസിൽ വേവിച്ചെടുക്കണം. അപ്പം അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം അതെല്ലാം വെന്തിരിപ്പുണ്ട്. ഇനി നമുക്കിത് തവി കൊണ്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മളിതൊന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി എല്ലാം നല്ല കുഴമ്പ് രൂപം, കാരണം നല്ല രീതിയിൽ വെന്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനകത്തൊരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ഇളക്കി. ഉപ്പൊക്കെ കറക്റ്റാണ്. ആദ്യം ഇട്ട് ഉപ്പ് തന്നെ മതി. ഉപ്പെല്ലാം കറക്റ്റാണ്. നന്നായി ഇളക്കി പച്ച വെളിച്ചെണ്ണ എടുത്ത് നല്ലതാണ്ട് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ചക്ക നല്ലതായിട്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബും കമൻസും ഒക്കെ തരണം. ഓക്കെ, അപ്പം സ്വാദിഷ്ടമായ ചക്ക റെഡി. അപ്പോൾ ഓക്കെ, ബൈ. നല്ലൊരു വിഷു ആശംസകളും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ നേരുന്നു. ഓക്കെ.